നമസ്കാരം. നമ്മൾ എന്തൊക്കെ ആരൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്യുന്നത് ഞാൻ പ്രവർത്തിക്കുന്നത് ചെയ്യുകയുള്ളൂ എന്ന് കരുതുന്ന ചിന്തിക്കുന്ന അതനുസരിച്ച് പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകും. ഞാൻ പറഞ്ഞു വന്നത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 1-2 വർഷക്കാലം ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം, ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെ പ്രവർത്തനം, വരുന്ന മാർച്ച് 30-ന് സീറോ വേസ്റ്റ് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ടുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങളും പ്രവർത്തികളും പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. വലിയ രീതിയിൽ വ്യാപാരി സമൂഹവും നമ്മുടെ നാടും ഒന്നടങ്കം ഇതിന് സഹകരിക്കുന്നുമുണ്ട്. പക്ഷെ ഇപ്പോഴും അവനവൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം മറ്റൊരുത്തൻ്റെ പറമ്പിലേക്ക് വലിച്ചറിഞ്ഞാലേ ഉറങ്ങുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകൾ, തൻ്റെ വീടിന് തൊട്ടപ്പുറത്തുള്ള തോട്ടിലേക്ക് ആ വേസ്റ്റ് വലിച്ചെറിഞ്ഞാലേ എനിക്ക് മനസ്സമാധാനം കിട്ടുള്ളൂ എന്ന് പറയുന്ന കുറച്ച് ആളുകൾ, പ്ലാസ്റ്റിക് ഹരിതകർമ്മസേനയ്ക്ക് കൊടുത്താലും കുറച്ച് എനിക്ക് കത്തിക്കണം എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, വലിയ രീതിയിൽ ജനങ്ങളത് ഏറ്റെടുത്തിട്ടുണ്ട്. ഈ നാട് നന്നാവണം എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, എല്ലാവരും, വിവിധ സംഘടനകൾ, രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളൊക്കെ ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. വീണ്ടും ഒരു അഭ്യർത്ഥന, ഇന്ന് നമ്മൾ എന്ത് ചെയ്ത് കാണിക്കുന്നുവോ അതാണ് വരുന്ന തലമുറയും ഏറ്റെടുക്കുക എന്ന് തന്നെയാണ് പ്രധാനം. അത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എൻ്റെ മക്കളായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ചില ചിന്താഗതികളിൽ നിന്ന്, ചില സ്വഭാവങ്ങളിൽ നിന്ന്, ചില രീതികളിൽ നിന്ന്, ചില ശീലങ്ങളിൽ നിന്ന് നമുക്ക് മാറേണ്ടതുണ്ട്. മാലിന്യ മുക്ത നവകേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ചേലുള്ള ചേലക്കര എന്ന് പറയുന്ന ക്യാമ്പയിൻ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥർക്കും അതിൻ്റെ ഭരണസമിതി അംഗങ്ങൾക്കും ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണയുണ്ടാകണം എന്നുകൂടി ഈ സാഹചര്യത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ.